അടുത്ത് പഠിക്കാനുള്ളത് കൺവല്യൂഷൻ തിയറമാണ്. കൺവല്യൂഷൻ തിയറം, ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എ കൺവല്യൂഷൻ തിയറം അല്ലെങ്കിൽ കൺവല്യൂഷൻ തിയറം എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഇത്തവണ പുതിയതായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തൊരു ടോപ്പിക്കാണ് ഇത്. S2കാർക്ക് മാത്രമാണ് പഠിക്കാനുള്ളത്, S4കാർക്ക് ഈ ടോപ്പിക്ക് ഇല്ല. അപ്പം പുതിയ ടോപ്പിക് ആയതുകൊണ്ട് തന്നെ നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് കൺവല്യൂഷൻ തിയറം എന്താണെന്ന്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കൺവല്യൂഷൻ തിയറം എന്ന് പറഞ്ഞിട്ട് ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ കൺവല്യൂഷൻ തിയറത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം കൺവല്യൂഷൻ എന്താണെന്ന് നോക്കാം. എഫ് എന്നും ജി എന്നും പറഞ്ഞ് 2 സിഗ്നൽ ഉണ്ട് നമ്മുടെ കയ്യിലെന്ന് വിചാരിക്കാം. ആ 2 സിഗ്നലും കൂടെ കമ്പൈൻ ചെയ്ത്, അതായത് ആ 2 സിഗ്നലിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് മൂന്നാമതൊരു സിഗ്നൽ കിട്ടുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കൺവല്യൂഷൻ. ആ പ്രോഡക്റ്റിനെയാണ് നമ്മൾ കൺവല്യൂഷൻ എന്ന് പറയുന്നത്. അത് ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്: എഫ് സ്റ്റാർ ജി. എഫ് എന്നും ജി എന്നും പറയുന്നത് 2 സിഗ്നൽ, അതിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് മൂന്നാമതൊരു സിഗ്നൽ H(x) എന്ന് പറഞ്ഞ് മൂന്നാമതൊരു സിഗ്നൽ കിട്ടുകയാണെങ്കിൽ ആ പ്രോഡക്റ്റിനെ നമ്മൾ എന്തെന്ന് പറയുന്നത്, കൺവല്യൂഷൻ. അപ്പോൾ ഇതിനൊരു ഫോമുല ഉണ്ട് പ്രോഡക്റ്റിന്. എഫ് സ്റ്റാർ ജി ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ -∞ ടു ഇൻഫിനിറ്റി എഫ് ഓഫ് യു ഇൻറ്റു ജി ഓഫ് ടി മൈനസ് യു ഡി യു. ഇങ്ങനെ തന്നെ എഴുതണം നിർബന്ധമില്ല. ആദ്യത്തെ ഫംഗ്ഷൻ തന്നെ യു കൊടുക്കണം, രണ്ടാമത്തെ ഫംഗ്ഷന് T-U കൊടുക്കാവുന്നില്ല. നമുക്ക് ഏതാണോ എളുപ്പമുള്ള ആ ഫംഗ്ഷന് യുവും മറ്റേതിന് T-U കൊടുത്താൽ മതി. വേണമെങ്കിൽ എഫ് ഓഫ് T-U കൊടുത്തു. ടി അല്ലല്ലോ ഞാനിവിടെ എടുത്ത വേരിയബിൾ എക്സ് അല്ലേ. അപ്പോൾ എഫ് ഓഫ് എക്സ് മൈനസ് യു ഇൻറ്റു ജി ഓഫ് യു ഡി യു. ഇതാണ് ആ പ്രോഡക്റ്റിൻ്റെ ഫോമുല. 2 ഫംഗ്ഷൻ തമ്മിൽ കമ്പൈൻ ചെയ്ത് മൂന്നാമതൊരു സിഗ്നൽ കിട്ടുന്നതാണ് കൺവല്യൂഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഇനി ഇവിടുത്തെ കൺവല്യൂഷൻ തിയറം എന്താണെന്ന് നോക്കാം. കൺവല്യൂഷൻ തിയറം ഓഫ് ഫൊറിയർ ട്രാൻസ്ഫോം. കൺവല്യൂഷൻ തിയറം ഓഫ് ഫൊറിയർ ട്രാൻസ്ഫോം എന്താണെന്ന് നോക്കാം. എഫ് ഓഫ് എക്സ് എന്നും ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ട് 2 ഫംഗ്ഷനുണ്ട് ഒരു ഇൻ്റർവെലിനകത്ത്. -∞ ടു ഇൻഫിനിറ്റി എന്ന് പറയുന്ന ഇൻ്റർവെലിനകത്തുള്ള 2 ഫംഗ്ഷനാണ് എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും. നമ്മുടെ ഭാഷയിലെ 2 സിഗ്നൽസാണ് എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും. അവയുടെ ഫൊറിയർ ട്രാൻസ്ഫോം ഫൈൻഡ് ചെയ്യുന്നു നമ്മൾ. ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ലാംഡ ജി ഓഫ് ലാംഡ എന്നല്ലേ 2 ആയിട്ട് കിട്ടുക. അപ്പോൾ ലാംഡയിലുള്ള 2 ആൻസർ നമുക്ക് കിട്ടുന്നു അവരുടെ ഫൊറിയർ ട്രാൻസ്ഫോം ഫൈൻഡ് ചെയ്യുമ്പോൾ. അങ്ങനെയുള്ള ഒരു ഫംഗ്ഷൻ്റെ കൺവല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നേരത്തെ പറഞ്ഞു പ്രോഡക്റ്റ് ഓഫ് ദാറ്റ് 2 സിഗ്നൽ എഫ് ഓഫ് എക്സിൻ്റെയും ജി ഓഫ് എക്സിൻ്റെയും പ്രോഡക്റ്റ്. അതിൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം ഫൈൻഡ് ചെയ്യുമ്പോൾ ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് ദ കൺവല്യൂഷൻ ഓഫ് എഫ് ഓഫ് എക്സ് ആൻഡ് ജി ഓഫ് എക്സ്. എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സ് എന്ന് പറയുന്ന 2 സിഗ്നൽസിൻ്റെ കൺവല്യൂഷൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം ഫൈൻഡ് ചെയ്യുമ്പം കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ഓഫ് ദെയർ ഫൊറിയർ ട്രാൻസ്ഫോം ആയിരിക്കും. അതായത് ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് സ്റ്റാർ ജി എഫ് ഓഫ് എക്സ് സ്റ്റാർ ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ, അതായത് എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സ് എന്ന് പറയുന്ന 2 ഫംഗ്ഷൻ്റെ കൺവല്യൂഷൻ എന്നുള്ളതുകൊണ്ടാണ് സ്റ്റാർ എന്നിട്ടേക്കുന്നത്. പ്രോഡക്റ്റിന് ഇൻറ്റു എന്നുള്ള സിമ്പിളല്ല സ്റ്റാർ ആയിട്ടേക്കുന്നത്. സ്റ്റാറിൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം, അതായത് കൺവല്യൂഷൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം ഫൈൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ പ്രോഡക്റ്റ് ഓഫ് ദെയർ ഇൻഡിവിജ്വൽ ഫംഗ്ഷൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം ആയിരിക്കും. ദറ്റ് ഈസ് ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് ആൻഡ് ഇൻറ്റു ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് ജി ഓഫ് എക്സ്. അതിൻ്റെ ഫ്രണ്ടിൽ √2π എന്ന് പറഞ്ഞിട്ടൊരു കോൺസ്റ്റൻറ്റ് കൂടെ ഉണ്ട്. അപ്പോൾ ഇതാണ് കൺവല്യൂഷൻ തിയറം. ഇനി ആ സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചു നോക്കിയേ. ലെറ്റ് എഫ് ഓഫ് എക്സ് ആൻഡ് ജി ഓഫ് എക്സ് ബി 2 ഫംഗ്ഷൻസ് ഡിഫൈൻഡ് ഇൻ ദ ഇൻ്റർവൽ -∞, ഹാവിങ് ഫൊറിയർ ട്രാൻസ്ഫോം എഫ് ഓഫ് ലാംഡ ആൻഡ് ജി ഓഫ് ലാംഡ. അത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും 2 ഫംഗ്ഷനാണ് -∞, എന്നുള്ള ഇൻ്റർവെലിനകത്ത്. അവയുടെ ഫൊറിയർ ട്രാൻസ്ഫോം ആണ് എഫ് ഓഫ് ലാംഡയും ജി ഓഫ് ലാംഡയും. അങ്ങനെയാണെങ്കിൽ ദ ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് കൺവല്യൂഷൻ ഓഫ് എഫ് ഓഫ് എക്സ് ആൻഡ് ജി ഓഫ് എക്സ്. കൺവല്യൂഷൻ ഓഫ് എഫ് ഓഫ് എക്സ് ആൻഡ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ, എഫ് ഓഫ് എക്സ് സ്റ്റാർ ജി ഓഫ് എക്സ് ഓർ എഫ് സ്റ്റാർ ജി. അതിൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം ദറ്റ് ഈസ് ക്യാപിറ്റൽ എഫ് ഓഫ് എഫ് സ്റ്റാർ ജി ഇസ് ഈക്വൽ ടു ദ പ്രോഡക്റ്റ് ഓഫ് ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് ഇൻഡിവിജ്വൽ ഫംഗ്ഷൻ. ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് ജി ഓഫ് എക്സ്. ഫ്രണ്ടിൽ ഒരു കോൺസ്റ്റൻ്റ് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുക, √2π. ഇതാണ് കൺവല്യൂഷൻ തിയറം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നിങ്ങളുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് KTU പുറത്ത് വിട്ടിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് സ്റ്റേറ്റ് കൺവല്യൂഷൻ തിയറം എന്ന് പറഞ്ഞിട്ടൊരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ടോപ്പിക്ക് പുതിയതായിട്ട് KTU ഇംപ്ലിമെൻറ്റ് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം. അത് 3 മാർക്ക് ക്വസ്റ്റ്യനും ആവാൻ വേണ്ടിയിൽ 7 മാർക്ക് ക്വസ്റ്റ്യനും ആവാം. അപ്പോൾ ഈ കൺവല്യൂഷൻ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നല്ലോണം നോക്കേണ്ടതാണ്. ക്വസ്റ്റ്യൻ: compute Fourier transform of the convolution of f of x and g of x, where f of x is equal to 1/2 for 0 less than or equal to x less than or equal to pi or 0 otherwise, and g of x is equal to pi/2 for 0 less than x less than pi and 0 for x greater than pi. ഇതാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ. എന്താ പറഞ്ഞിരിക്കുന്നത്?
ഫൊറിയർ ട്രാൻസ്ഫോം ഫൈൻഡ് ചെയ്യണം. എന്തിൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം? കൺവല്യൂഷൻ ഓഫ് എഫ് ഓഫ് എക്സ് ആൻഡ് ജി ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് ആൻഡ് ജി ഓഫ് എക്സിൻ്റെ കൺവല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എഫ് സ്റ്റാർ ജി. ഇതിൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം ഫൈൻഡ് ചെയ്യണം. അതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഫൈൻഡ് ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് ദ കൺവല്യൂഷൻ ഓഫ് എഫ് ഓഫ് എക്സ് ആൻഡ് ജി ഓഫ് എക്സ്. അപ്പോൾ കൺവല്യൂഷൻ തിയറം യൂസ് ചെയ്യണം എന്നല്ല എൻ്റെ അർത്ഥം. എന്താ കൺവല്യൂഷൻ തിയറം? ആദ്യം നമ്മൾ കൺവല്യൂഷൻ തിയറം എഴുതുന്നു. കൺവല്യൂഷൻ തിയറം എന്തുവാണ്? ബൈ കൺവല്യൂഷൻ തിയറം യൂസ് ചെയ്തിട്ട് കൺവല്യൂഷൻ തിയറം നമുക്കവിടെ സ്റ്റേറ്റ് ചെയ്ത് തിയറത്തിൻ്റെ ഫോമുല മാത്രം നമുക്ക് എഴുതാം. ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് സ്റ്റാർ ജി ഇസ് ഈക്വൽ ടു √2π ഇൻറ്റു ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് ജി ഓഫ് എക്സ്. ഇവിടെ എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും കണ്ടു, രണ്ട് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഈ രണ്ട് ഫംഗ്ഷൻ്റെയും പ്രോഡക്റ്റ്, അതല്ല എഫ് സ്റ്റാർ ജി, ആ എഫ് സ്റ്റാർ ജിയുടെ ഫൊറിയർ ട്രാൻസ്ഫോം എന്തെന്നാ ഫൈൻഡ് ചെയ്യേണ്ടത്. അതിനാണ് നമ്മുടെ കൺവല്യൂഷൻ തിയറി യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ഫോമുല ഉണ്ട്. സോ നമുക്ക് ആദ്യം ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് ഫൈൻഡ് ചെയ്യാം, ദെൻ ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് ജി ഓഫ് എക്സ് ഫൈൻഡ് ചെയ്യാം. അത് ഈ കൺവല്യൂഷൻ തിയറത്തിൻ്റെ ഫോമുലയ്ക്കകത്ത് കൊണ്ടുവന്ന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യാൻ പോവാണ്? ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് ഫൈൻഡ് ചെയ്യണം. ഇത് നമ്മുടെ ഫോമുല. ഈ ഫോമുലയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് ഫൈൻഡ് ചെയ്യാം. സോ ആദ്യം തന്നിട്ടുള്ള എഫ് ഓഫ് എക്സിന് എടുത്ത് എഴുതാം. എഫ് ഓഫ് എക്സ് എന്തായിരുന്നു? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1/2 for 0 less than or equal to x less than or equal to pi and 0 other ways. നമ്പർ ലൈൻ വരയ്ക്കത്തില്ലേ? ഫൊറിയർ ട്രാൻസ്ഫോമിൻ്റെ ഫോമുല -∞ to ∞ ആണ്. അതിനിടയ്ക്കുള്ള പോയിൻ്റാണ് 0 to pi. അവിടെ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ 1/2. ബാക്കി എല്ലായിടത്തും എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എന്തുവാണ്? 0 ആണ്. അപ്പോൾ നമുക്കിനി ഫോമുല എഴുതാം. ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് ഫൈൻഡ് ചെയ്യേണ്ട ഫോമുല എന്തുവാണ്? ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1/√2π ഇൻറ്റു ഇൻ്റഗ്രൽ -∞ to ∞ എഫ് ഓഫ് എക്സ് ഇൻറ്റു e⁻i λ x dx. കഴിഞ്ഞ ക്ലാസ്സിലെ നോട്ട്സ് കണ്ടിട്ട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചിലരെല്ലാം ഒമേഗ വെച്ചിട്ടാണ് ഫൊറിയർ ട്രാൻസ്ഫോം പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് സിമ്പിൾ ഇവിടെ ലാംഡയാണ്. അത് എന്തെങ്കിലും പ്രശ്നമുണ്ടോന്നില്ല. നിങ്ങളുടെ പ്രിസ്ക്രൈബ് ടെസ്റ്റിനകത്ത് ഒമേഗ എന്നുള്ളതാണ് സിമ്പിൾ കിടക്കുന്നത്. ഞാൻ ലാംഡയാണ് യൂസ് ചെയ്തേക്കുന്നത്. എക്സാമിന് വേണമെങ്കിൽ ലാംഡയുടെ ഒമേഗയുടെ സ്ഥാനത്ത് എസ് വേണമെന്നുള്ള ലെറ്റർ വരാം, അല്ലെങ്കിൽ ആൽഫ എന്നുള്ള ലെറ്റർ വരാം. എന്ത് വന്നാലും നമ്മൾ അത് മനസ്സിലാക്കി ഫൊറിയർ ട്രാൻസ്ഫോമിൻ്റെ ഫോമുല മനസ്സിലാക്കിയിരുന്നാൽ മതി. ക്വസ്റ്റ്യനിൽ ലാംഡയോ ഒമേഗയോ ആൽഫയോ എസ്സോ എന്ത് ലെറ്റർ വേണമെങ്കിലും ആയിക്കോട്ടെ. ഇങ്ങനെയാണ് ഫൊറിയർ ട്രാൻസ്ഫോമിൻ്റെ ഫോമുല. ഈ ലാംഡയ്ക്ക് വരെ ഒമേഗ വരാം, അല്ലെങ്കിൽ എസ് എന്നുള്ള ലെറ്റർ വരാം, അല്ലെങ്കിൽ ആൽഫ എന്നുള്ള ലെറ്റർ അവിടെ വരാം. ഓക്കെ, ഇനി ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇസ് ഈക്വൽ ടു 1/√2π ഇൻറ്റു നമ്മളിത് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ -∞ to 0, 0 to pi, pi to infinity ഇങ്ങനെയല്ലേ മൂന്നായിട്ട് സ്പ്ലിറ്റ് ചെയ്യണ്ടേ. അതിൽ -∞ to 0ക്കകത്ത് എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ 0 ആണ്. ദെൻ 0 to piക്കകത്ത് എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എന്തുവാണ്? 1/2 ഇൻറ്റു e⁻i λ x dx പ്ലസ് pi to ∞കകത്തും എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. നമുക്ക് ഈ 1/2 പുറത്തേക്ക് എടുക്കാം. കോൺസ്റ്റൻ്റ് അല്ലേ? അപ്പോൾ അത് പുറത്തേക്ക് എടുക്കുമ്പം 1/2 ഇൻറ്റു √2π e⁻i λ x ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ e⁻i λ x ബൈ വിത്ത് റെസ്പെക്ട് ടു എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് അപ്പോൾ താഴെ വരേണ്ട കോൺസ്റ്റൻറ്റ് -i λ. ലിമിറ്റ് ഈസ് ഫ്രം 0 to pi. ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ പോവാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു √2π. അപ്പർ ലിമിറ്റ് കൊടുക്കുവാണ് e⁻i λ ഇൻറ്റു പൈ. ഞാൻ i pi λ എന്ന് എഴുതുവാണ്. ബൈ -i λ മൈനസ് ഓഫ് ലോവർ ലിമിറ്റ് 0 കൊടുക്കുമ്പോൾ e⁻0 1 ബൈ -i λയിലെ മൈനസും ഈ മൈനസും കൂടെ പ്ലസ് ആവുന്നുണ്ട്. സോ ഇത് i λ. രണ്ടിടത്തും ഡിനോമിനേറ്റർ i λ ആണ് അല്ലേ. സോ ഇതിനെങ്ങനെ നമുക്ക് എഴുതാൻ വേണ്ടിയില്ല? ദിസ് ഈക്വൽ ടു ഇവിടുത്തെ ആദ്യത്തെ വാല്യൂ നെഗറ്റീവ് അല്ലേ. സോ 1 ഞാൻ ഫസ്റ്റ് ടേം ആയിട്ട് എഴുതുവാണ്. -e⁻i pi λ ദ ഹോൾ ബൈ 2 ഇൻറ്റു √2π ഇൻറ്റു i λ. ഈ മൈനസ് മുകളിലേക്ക് എടുത്തിട്ടാണ് ആ സ്റ്റെപ്പ് രണ്ടാമതായിട്ട് എഴുതിയിരിക്കുന്നത്. i λ രണ്ടിടത്തും കോമൺ ആണ്. സോ ഇതാണ് നിങ്ങളുടെ എന്തുവാ ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ്. ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യണം? എടുത്ത് ജി ഓഫ് എക്സ് എടുത്ത് എഴുതണം. ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് ജി ഓഫ് എക്സ് ഫൈൻഡ് ചെയ്യണം. എങ്കിലല്ലേ കൺവല്യൂഷൻ തിയറത്തിന്റെ ഈ ഫോമിലേക്ക് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അടുത്ത് ജി ഓഫ് എക്സ് എടുത്ത് എഴുതാം. ക്വസ്റ്റ്യൻ ഇവിടെ നിന്നോട്ടെ. ജി ഓഫ് എക്സ് എന്ന ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നത് ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു π/2 for 0 less than x less than pi and 0 for x greater than pi. സോ ജി ഓഫ് എക്സ് എടുത്ത് എഴുതി. ഒരു നമ്പർ ലൈനിൽ ഡിനോട്ട് ചെയ്യുവാണെങ്കിൽ -∞ to ∞കകത്ത് 0 to pi. ഇവിടെയാണ് എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ π/2.
എക്സ് ഗ്രേറ്റർ ദാൻ പൈ ആകുമ്പോഴേക്കും എന്തെന്നാ പറഞ്ഞേക്കുന്നത് 0. മറ്റേ പാർട്ട് തന്നിട്ടില്ല, അതായത് 0 തന്നെയാണ് അണ്ടർസ്റ്റുഡ് ചെയ്താൽ മതി. therefore Fourier transform of g of x is equal to ഫോർമുല എന്തുവാണ് 1/√2 pi into integral -infinity to infinity g of x into e raised to minus I lambda x dx. ഇനി ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. 1/√2 pi into സ്പ്ലിറ്റ് ചെയ്യാം. ആദ്യം -infinity to 0ക്കകത്ത് ഫംഗ്ഷൻ 0 ആണ്, അപ്പോൾ അത് വേണ്ട. അടുത്ത 0 to pi മാത്രമേ ഇവിടെ ഉള്ളൂ. സോ ഇൻ്റഗ്രൽ 0 to pi, അവിടുത്തെ g of x എന്ന് പറയുന്നത് π/2 ഇൻറ്റു e raised to minus I lambda x dx പ്ലസ് അടുത്ത ലിമിറ്റ് എന്ന് പറയുന്ന പൈ ടു ഇൻഫിനിറ്റിക്കകത്ത് 0 തന്നിട്ടുണ്ടായിരുന്നു. സോ അതും എഴുതി 0. ദറ്റ് ഈസ് ഈക്വൽ ടു ആ π/2 പുറത്തേക്ക് എടുക്കുമ്പോൾ π/2 ഇൻറ്റു √2 pi e raised to minus I lambda x ന്റെ ഇൻ്റഗ്രൽ e raised to minus I lambda x by minus I lambda. ലിമിറ്റ് ഈസ് ഫ്രം 0 to pi. നെക്സ്റ്റ് ലിമിറ്റ് അപ്ലൈ ചെയ്യുവാണേ. π/2 ഇൻറ്റു √2 pi, അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് e raised to minus I lambda ഇൻറ്റു പൈയിലെ പൈ ഞാൻ ആദ്യം എഴുതുകയാണ്. സോ e raised to minus I pi lambda by minus I lambda മൈനസ് ഓഫ് ലോവർ ലിമിറ്റ് e raised to 0 is 1 ബൈ മൈനസ് ഐ ലാംഡ. ആ മൈനസും ഇവിടുത്തെ ഈ മൈനസും കൂടെ പ്ലസ് ആവുന്നുണ്ട്, ബാക്കി ഐ ലാംഡ. സോ ദിസ് ഈക്വൽ ടു പൈ ഇൻറ്റു ന്യൂമറേറ്റർ ആദ്യം എഴുതാം, രണ്ടിടത്ത് ഡിനോമിനേറ്റർ ഐ ലാംഡ തന്നെയല്ലേ. ആദ്യം നോക്കി ഈ മൈനസ് മുകളിലേക്ക് വരുമ്പോൾ ഇ റൈസ് ടു മൈനസ് ഐ പൈ ലാംഡയുടെ ഫ്രണ്ടിൽ ഒരു നെഗറ്റീവ് സൈൻ വരത്തില്ലേ. സോ അതിന് രണ്ടാമത്തെ ടേം ആയിട്ട് എഴുതുവാണ്. ആദ്യത്തെ ടേം 1 മൈനസ് ഓഫ് ഇ റൈസ് ടു മൈനസ് ഐ പൈ ലാംഡ ബൈ 2 ഇൻറ്റു √2 പൈ ഇൻറ്റു ഐ ലാംഡ. ഓക്കെ, അപ്പോൾ രണ്ട് ആൻസറും കിട്ടി. ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് ജി ഓഫ് എക്സ് ഇപ്പോൾ കിട്ടി. നേരത്തെ ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ്, ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് ഇതേ കിട്ടിയിട്ടുണ്ട്. രണ്ട് ആൻസറും ആയിട്ടുണ്ട്. നമുക്ക് കൺവല്യൂഷൻ തിയറത്തിനകത്തല്ലേ ഫൈൻഡ് ദ കൺവല്യൂഷൻ ഓഫ് എഫ് ഓഫ് എക്സ് ആൻഡ് ജി ഓഫ് എക്സ്. അപ്പോൾ കൺവല്യൂഷൻ ഓഫ് എഫ് ഓഫ് എക്സ് ആൻഡ് ജി ഓഫ് എക്സ് ഫോമിൽ എന്താ എഴുതിയിരിക്കുന്നത്? ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് സ്റ്റാർ ജി ഈസ് ഈക്വൽ ടു √2 pi ഇൻറ്റു ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് into Fourier transform of g of x. അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദറ്റ് ഈസ് ഈക്വൽ ടു √2 pi ഇൻറ്റു Fourier transform of f of x ൻ്റെ ആൻസറാണ് ഇതേ ഉള്ളത്. അത് നോക്കി അതുപോലെ എഴുതുമ്പോഴേക്കും അത് എന്താ വരേണ്ടത്? 1 മൈനസ് ഇ റൈസ് ടു മൈനസ് ഐ പൈ ലാംഡ ബൈ 2 √2 pi ഇൻറ്റു ഐ ലാംഡ. അടുത്ത ബ്രാക്കറ്റിനകത്ത് രണ്ടാമത്തെ ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് ജി ഓഫ് എക്സ് ഇപ്പോൾ കിട്ടിയ ആൻസർ ദറ്റ് ഈസ് പൈ ഇൻറ്റു 1 മൈനസ് ഇ റൈസ് ടു മൈനസ് ഐ പൈ ലാംഡ ബൈ 2 √2 pi ഇൻറ്റു ഐ ലാംഡ. ഓക്കെ, രണ്ടും എഴുതി. ദിസ് ഈസ് ഈക്വൽ ടു ഈ √2 പൈയും √2 പൈയും ക്യാൻസലായി പോയി. ബാക്കി ഇനി എന്താ ഉള്ളത്? ന്യൂമറേറ്ററിലാണെങ്കിൽ അത് പ്രോഡക്റ്റ് അല്ലേ, പൈ ഇതേ ആദ്യം എഴുതി. 1 മൈനസ് ഇ റൈസ് ടു മൈനസ് ഐ പൈ ലാംഡയും 1 മൈനസ് ഇ റൈസ് ടു മൈനസ് ഐ പൈ ലാംഡയും രണ്ടും ഒരേപോലത്തെ ടേമാണ്. സോ അതിനെ നമുക്ക് 1 മൈനസ് ഇ റൈസ് ടു മൈനസ് ഐ പൈ ലാംഡ ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ദ ഹോൾ ബൈ √2 പൈ ക്യാൻസലായിട്ട് ബാക്കി 2 ഇൻറ്റു 2 4 √2 പൈ ഐ ലാംഡ ഇൻറ്റു ഐ ലാംഡ. അപ്പോൾ അവിടെ ഐ സ്ക്വയർ വരുന്നുണ്ട്. ഐ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താവും? മൈനസ് വരും. ആ മൈനസ് ഫ്രണ്ട് ഇട്ടത്. I square is equal to -1. ആ മൈനസ് ഫ്രണ്ട് കിട്ടും. ലാംഡ ഇൻറ്റു ലാംഡ, ലാംഡ സ്ക്വയർ. സോ ദിസ് ഈസ് ദ ആൻസർ. Find the convolution. Find the Fourier transform of the convolution of f of x and g of x. f of x ഉം g of x എന്ന് പറഞ്ഞ രണ്ട് ഫംഗ്ഷൻ്റെ പ്രോഡക്റ്റിൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞു. ആ കൺവല്യൂഷൻ തിയറത്തിൻ്റെ ഫോമുല യൂസ് ചെയ്ത് അതിൻ്റെ ആൻസർ ഓരോന്നിൻ്റെയും സെപ്പറേറ്റ് ഫൊറിയർ ട്രാൻസ്ഫോം ഫൈൻഡ് ചെയ്തു, അതിൻ്റെ പ്രോഡക്റ്റ് ചെയ്തു, ഫ്രണ്ടിൽ ഒരു √2 pi മൾട്ടിപ്ലൈ ചെയ്തു. ഇതാണ് കൺവല്യൂഷൻ തിയറം. അപ്പോൾ കൺവല്യൂഷൻ തിയറം യൂസ് ചെയ്ത് നമ്മൾ അതിൻ്റെ പ്രോഡക്റ്റ് ഫൈൻഡ് ചെയ്തു. Question: Find Fourier transform of the convolution of f of x and g of x where f of x is equal to e raised to minus 2x where x greater than 0 and 0 for x less than or equal to 0 and g of x is equal to e raised to minus 3x for x greater than or equal to 0 and 0 other ways. കഴിഞ്ഞ പ്രോബ്ലം പോലെ തന്നെ കൺവല്യൂഷൻ ഓഫ് എഫ് ഓഫ് എക്സ് ആൻഡ് ജി ഓഫ് എക്സ്. കൺവല്യൂഷൻ ഓഫ് എഫ് ഓഫ് എക്സ് ആൻഡ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എഫ് സ്റ്റാർ ജി. അതിൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം ഫൈൻഡ് ചെയ്യണം. ദാറ്റ് ഈസ് ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് സ്റ്റാർ ജി ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. കൺവല്യൂഷൻ അനുസരിച്ച് നമുക്ക് അതിന് ഫോമുല ഉണ്ടല്ലോ. അപ്പോൾ സെയിം പ്രൊസീജിയർ പ്രോബ്ലം ചെയ്യാം. ഇവിടുത്തെ എഫ് ഓഫ് എക്സ് ജി ഓഫ് എക്സ് രണ്ട് ഡിഫറെൻറ്റ് ഫംഗ്ഷൻ ആണെന്നേ ഉള്ളൂ. കഴിഞ്ഞ പ്രോബ്ലത്തിന് ആകെ ഡിഫറൻസ് അത് മാത്രം. സോ ഫസ്റ്റ് നമ്മൾ എന്ത് എഴുതും? ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് സ്റ്റാർ ജി ബൈ കൺവല്യൂഷൻ തിയറം.
by convolution theorem, Fourier transform of f star g is equal to root 2 pi into Fourier transform of first function f of x into Fourier transform of the second function g of x. ഇതാണ് കൺവല്യൂഷൻ തിയറം. കൺവല്യൂഷൻ തിയറം എഴുതി കഴിഞ്ഞു. ഇനി നമുക്ക് ഓരോ ഫംഗ്ഷൻ്റെ ആയിട്ട് Fourier ട്രാൻസ്ഫോം ഫൈൻഡ് ചെയ്യാം. ഫസ്റ്റ് ഫംഗ്ഷൻ എന്തുവായിരുന്നു? f of x is equal to e raised to minus 2x for x greater than 0 and 0 for x less than or equal to 0. അത് നമ്പർ ലൈനിൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റിക്കകത്ത് 0 എന്നുള്ള പോയിന്റ് മിഡിൽ പോയിന്റ് ആണ്. ആ എക്സ് ഗ്രേറ്റർ ദാൻ 0ക്കകത്ത് എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ ഇ റേസ് ടു മൈനസ് 2x എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0ക്കകത്ത് എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ 0 ഇതാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. ഇനി ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ എന്താ ഫൈൻഡ് ചെയ്യേണ്ടത്? കൺവല്യൂഷൻ തിയറത്തിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് Fourier transform of f of x ഫൈൻഡ് ചെയ്യണം. Fourier transform of f of x ഫോമിൽ എന്തുവാ? 1 by root 2 pi into integral minus infinity to infinity f of x into e raised to minus I lambda x dx ഫോമിൽ എഴുതി. ഇനി ഫോമിലേക്കകത്ത് നമുക്ക് എഫ് ഓഫ് എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എഫ് ഓഫ് എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? ദിസ് ഈക്വൽ ടു 1 by root 2 pi ഇൻറ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു 0 ആണ്. എഴുതേണ്ട കാര്യമുണ്ടോ? എഴുതേണ്ട കാര്യം നമുക്ക് ഫംഗ്ഷൻ ഉള്ളത് മാത്രം എഴുതിയാൽ പോരെ. ദറ്റ് ഈസ് 0 to ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇ റേസ് ടു മൈനസ് 2x ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഐ ലാംഡ എക്സ് ഡി എക്സ്. ഇ റേസ് ടു മൈനസ് 2x ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഐ ലാംഡ എക്സ് ഡി എക്സ്. ഇത് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോഡക്റ്റ് ആയിട്ട് കിടക്കുക അല്ലേ. നമുക്കറിയാം എക്സ് റേസ് ടു എം ഇൻറ്റു എക്സ് റേസ് ടു എൻ എന്താണ്? എക്സ് റേസ് ടു എം പ്ലസ് എൻ. അപ്പോൾ പവറുകൾ തമ്മിൽ ആഡ് ചെയ്യണമെങ്കിൽ ഇത് ഇസ് ഈക്വൽ ടു 1 by root 2 pi into integral 0 to infinity e raised to minus 2x plus minus I lambda x. രണ്ടിടത്ത് മൈനസ് കോമൺ ആണ്, എക്സും കോമൺ ആണ്. അപ്പോൾ അത് കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇ റേസ് ടു മൈനസ് 2 പ്ലസ് ഐ ലാംഡ എക്സ് ഡി എക്സ് എന്ന് വന്നു. ഇൻറ്റഗ്രൽ ഇ റേസ് ടു എ എക്സ് എന്താ? ഇ റേസ് ടു എ എക്സ് ബൈ എ. അപ്പോൾ ആ ഫോമുല യൂസ് ചെയ്ത് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു 1 by root 2 pi into e raised to minus of 2 plus I lambda x by minus of 2 plus I lambda. Limit is from 0 to infinity. Limit apply ചെയ്യുവാണേ. 1 by root 2 pi into upper limit e raised to minus infinity എന്ന് പറഞ്ഞാൽ 0 ആണ്. മൈനസ് ഓഫ് ലോവർ ലിമിറ്റ് 0 കൊടുക്കുമ്പോൾ e raised to 0 എന്തുവാണ്? 1 by minus of 2 plus I lambda. That is equal to ഈ മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആവത്തില്ലേ. സോ 1 by root 2 pi into 2 plus I lambda. ഇതാണ് നമുക്ക് എന്ത് കിട്ടി? Fourier transform of f of x-ൻ്റെ ആൻസർ കിട്ടി. നമുക്കിനി അടുത്ത് കണ്ടുപിടിക്കേണ്ടത് എന്തുവാണ്? ഇനി നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത് Fourier transform of g of x. Fourier transform of g of x എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ നോക്കിക്കേ. g of x is equal to e raised to minus 3x for x greater than or equal to 0 and 0 other ways. അതായത് നമ്പർ ലൈൻ വരച്ചാൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റിക്കകത്ത് നടുക്കുള്ള പോയിന്റ് 0, എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0ക്കകത്ത് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് 3x അതർവൈസ് ഇറ്റ് ഈസ് 0. അങ്ങനെയാണ് തന്നിരിക്കുന്നത്. അത് തൊട്ട് മുന്നേ കണ്ടുപിടിച്ച എഫ് ഓഫ് എക്സ് ഇതും തമ്മിൽ എന്തേ വ്യത്യാസമുള്ളൂ? ഇ റേസ് ടു മൈനസ് 2 ആണ് ഇവിടെ വന്നതെങ്കിൽ ഇവിടെ എന്താണുള്ളത്? ഇ റേസ് ടു മൈനസ് 3 ആണ് കിടക്കുന്നത്. ആകെ ആ കോൺസ്റ്റന്റ് വ്യത്യാസമേ ഉള്ളൂ. അപ്പം ഇവിടെ എന്താ നമുക്ക് Fourier ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ് ചെയ്ത അതേ പ്രൊസീജിയർ ആയിരിക്കത്തില്ലേ ചെയ്താലും? ഇ റേസ് ടു മൈനസ് ഐ ലാംഡ എക്സ് തൊട്ടടുത്ത സ്റ്റെപ്പിൽ 0 to ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് 3x എന്ന് വരും 2ൻ്റെ സ്ഥാനത്ത്. ഇവിടെയും മൈനസ് 3 പ്ലസ് ഐ ലാംഡ. അപ്പോൾ സെയിം സ്റ്റെപ്പ് 2ൻ്റെ സ്ഥാനത്ത് എല്ലാം 3 വരുമ്പോൾ Fourier ട്രാൻസ്ഫോം ഓഫ് ജി ഓഫ് എക്സ് എന്താ ശരിക്കും കിട്ടുക? ദിസ് ഈക്വൽ ടു 1 by root 2 pi into 3 plus I lambda. സിമിലർലി അപ്പോൾ അത് പ്രൂവ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, സിമിലർലി എന്ന് എഴുതിയിട്ട്, കാരണം സെയിം ക്വസ്റ്റ്യൻ ആയിരുന്നു, ഒന്നുപോലത്തെ ആയതുകൊണ്ട് Fourier ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് ഫൈൻഡ് ചെയ്തു. ജി ഓഫ് എക്സിന് പകരം ഞാൻ സിമിലർലി എന്ന് പറഞ്ഞിട്ട് ആൻസർ എഴുതി. അപ്പം Fourier ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും കിട്ടിയില്ലേ? നമുക്കിത് കൺവല്യൂഷൻ തിയറത്തിനകത്ത് കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. കൺവല്യൂഷൻ തിയറത്തിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കൺവല്യൂഷൻ തിയറം എന്തുവാണ്? Fourier ട്രാൻസ്ഫോം ഓഫ് എഫ് സ്റ്റാർ ജി ഇസ് ഈക്വൽ ടു root 2 pi into Fourier transform of f of x into Fourier transform of g of x. അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു root 2 pi into Fourier transform of f of x എന്തുവായിരുന്നു? 1 by root 2 pi. 1 by root 2 pi അതൊരു ബ്രാക്കറ്റിനകത്ത് 1 by root 2 pi into 2 plus I lambda എഴുതി.
അടുത്ത ബ്രാക്കറ്റിനകത്ത് ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് ജി ഓഫ് എക്സ്, അതായത് ഉള്ളത് ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് ജി ഓഫ് എക്സ് എന്ത് തന്നെയാണ് 1/√2π ഇൻറ്റു 3 + i λ, രണ്ടും കൂടെ പ്രോഡക്റ്റ്. ഇനി നോക്കി പുറത്തുള്ളൊരു √2πയും ഈ √2πയും ക്യാൻസലായി പോയി. ബാക്കി ഇനിയുള്ള എന്താണ് 1/ ഈ ബാക്കിയുള്ള √2π ഇൻറ്റു 2 + i λ ഇൻറ്റു 3 + i λ. ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് ദ കൺവല്യൂഷൻ ഓഫ് എഫ് സ്റ്റാർ ജി. ആൻസർ നമുക്ക് കിട്ടി. കൺവല്യൂഷൻ ഓഫ് എഫ് ഓഫ് എക്സ് ആൻഡ് ജി ഓഫ് എക്സിൻ്റെ കൺവല്യൂഷൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം ഫൈൻഡ് ചെയ്തു, രണ്ടും നമ്മൾ ഫൈൻഡ് ചെയ്തു. പക്ഷേ സെപ്പറേറ്റ് ആയിട്ട് ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും ഫൈൻഡ് ചെയ്തിട്ട് ഈ ഫോമിലേക്ക് കൊടുത്തു. അപ്പോൾ ഇവിടെ നോക്കിക്കേ, നമുക്ക് പ്രൊസീജിയർ മാർക്ക് വരുന്നത് എങ്ങനെയായിരിക്കും? കൺവല്യൂഷൻ തിയറത്തിൻ്റെ ഈ ഫോമിലേക്ക് വത്ത് ഉറപ്പായിട്ട് ഒരു മാർക്ക് നമുക്ക് കിട്ടും. പിന്നെ ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് ഫൈൻഡ് ചെയ്യുന്നതിന് ഫോമിലേക്ക് മാർക്കുണ്ട്. അതുപോലെ ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് ജി ഓഫ് എക്സ് കണ്ടുപിടിക്കുന്നതിന് നമുക്ക് മാർക്കുണ്ട്. ഇപ്പോൾ ഈ പ്രോബ്ലത്തിനകത്ത് രണ്ടും ഒന്നുപോലത്തെ ഫംഗ്ഷൻ ആയിരുന്നു. ഡിഫറെൻറ്റ് ഫംഗ്ഷൻ ആയിരുന്നെങ്കിൽ ഓരോ ഫോമിലേക്ക് അവിടെ മാർക്ക് കിട്ടും, അതിൻ്റെ ആൻസറിന് മാർക്ക് കിട്ടും. അപ്പോൾ ഇത് കൺവല്യൂഷൻ എന്ന് പറഞ്ഞ് ഒരു പ്രോബ്ലം ചോദിച്ചാൽ അത് ലെങ്തി ആണെന്ന് വിചാരിക്കരുത്. ശരിക്കും നമുക്ക് മാർക്ക് കിട്ടാൻ ചാൻസ് ഉള്ളൊരു പ്രോബ്ലം, കാരണം അവിടെ ഫോമുല 1-2 ഫോമുല യൂസ് ചെയ്യുന്നുണ്ട്. ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് അല്ലെങ്കിൽ ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ട് ഫൊറിയർ ട്രാൻസ്ഫോമിൻ്റെ ഫോമുല വരുന്നുണ്ട്, കൺവല്യൂഷൻ തിയറം നമ്മളവിടെ എഴുതുന്നുണ്ട്. അപ്പോൾ അവിടെ തന്നെ 2 മാർക്കായി. ഫൊറിയർ ട്രാൻസ്ഫോം ഫൈൻഡ് ചെയ്യാൻ 1-2 സ്റ്റെപ്പ് നമുക്ക് എഴുതാൻ പറ്റും, ആ സ്റ്റെപ്പ് മാർക്ക് നമുക്ക് കിട്ടും. അപ്പം ഇത് 7 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചാൽ ഉറപ്പായിട്ടൊരു 3 മാർക്ക് നമുക്കിതിൽ ഫോമുലയിൽ 2 മാർക്ക് കിട്ടും. 1-2 സ്റ്റെപ്പ് നമുക്ക് എന്തായാലും എഴുതാൻ പറ്റും. ആ സ്റ്റെപ്പിന് നമുക്ക് 3 മാർക്ക്, മിനിമം 3 മാർക്ക് ഇത് ഉറപ്പായിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ കൺവല്യൂഷൻ എൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അത് ലെങ്തി ക്വസ്റ്റ്യൻ ആണെന്ന് വിചാരിക്കരുത്. നമുക്ക് ഏറ്റവും എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. കാരണം ഫൊറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്ന കുറേ പ്രോബ്ലം ചെയ്തിട്ട് ഇപ്പം അത് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആയിട്ട് മാറിയിട്ടുണ്ട്.